മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും CMR-അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും കഴിഞ്ഞ തവണ കോടതി നോട്ടീസ് അയച്ചിരുന്നു. നവമി ദിനേശാണ് ഇതിന്റെ വിവരങ്ങൾ വീണ്ടും നൽകുക. നവമി, ഹർജിയിലുള്ള നിലപാട് എതിർകക്ഷികൾ ഇന്ന് കോടതിയെ അറിയിക്കുമല്ലോ അല്ലേ? തീർച്ചയായും എൽദോ, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പിണറായി വിജയനോടും ഒപ്പം മകൾ വീണ വിജയൻ CMRL കമ്പനിയിലുള്ള മറ്റുള്ളവരോടും ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ എന്താണ് അവരുടെ നിലപാട്, അതായത് ഈ വിജിലൻസ് കോടതി ഈ ഒരു കേസ് തള്ളിയിരുന്നു. അതായത് മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും ആ കേസിന്റെ ഭാഗമായി ഈ കേസ് തന്നെ ഇവരുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണ്ട എന്നുള്ള തീരുമാനം വിജിലൻസ് കോടതി എടുത്തിരുന്നു. ഇതിനെതിരെയുള്ള ഒരു റിവിഷൻ ഹർജിയായിരുന്നു മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി പിണറായി വിജയനോടും ഒപ്പം വീണ വിജയനോടും ഈ ഒരു കാര്യത്തിൽ നിലപാട് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും അതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ്. എന്തായാലും ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരിക്കും പിണറായി വിജയനും ഒപ്പം വീണ വിജയനും ഈ ഒരു കേസിൽ അവരെന്ത് നിലപാടായിരിക്കും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം, ഈ പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രിയെ അല്ല, സർക്കാരിനെ അല്ല, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെയാണ് ഈ കേസിലേക്ക് മാത്യു കുഴൽനാടൻ ഉന്നം വെച്ചിരിക്കുന്നത്. ഇത് സർക്കാരിൽ തന്നെ വലിയൊരു അതായത് മാത്യു കുഴൽനാടനെതിരെ, അതായത് മാത്യു കുഴൽനാടന്റെ ഈ ഒരു രീതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്നുള്ളൊരു മുഖ്യമന്ത്രിയല്ല, സർക്കാർ പ്രതിനിധിയായ മുഖ്യമന്ത്രിയല്ല, വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയനെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നതും എന്നാണ് മാത്യു കുഴൽനാടന്റെ വിശദീകരണം. ഇതിൽ തന്നെയാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കാൻ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഇരുവരും ഒപ്പം CMRL കമ്പനിയും ഇതിന്റെ വിശദീകരണം നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിൽ ഒരു അന്തിമ തീരുമാനം, ഈ കേസുമായി മുന്നോട്ട് പോകണോ അതോ വിജിലൻസ് കോടതിയുടെ നടപടി റദ്ദ് ചെയ്യുമോ അതോ ഈ വിജിലൻസ് കോടതിയുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ഹൈക്കോടതി പറയുമോ അതോ ഈ ഒരു തീരുമാനം റദ്ദ് ചെയ്യുമോ, ഇത് രണ്ടിൽ ഏതായിരിക്കും സംഭവിക്കുക എന്ന് ഇന്ന് അറിയാൻ സാധിക്കും. എൽദോ, ശരി നവമി, എന്താണെങ്കിലും റിവിഷൻ ഹർജി അതിന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്.